ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ സങ്കടം തോന്നുന്ന ഒരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും അരുത് എന്ന് ആഗ്രഹിച്ച ആ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്ന വീക്കെൻഡ് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് പത്മയ്ക്കൊന്നും സംഭവിക്കരുത് എന്ന്. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഇന്ന് വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുള്ളത്. ശരിക്കും മനസ്സിൽ ശരിക്കും മനസ്സിൽ മുറിവേൽപ്പിച്ച് കേട്ടോ ഈ പ്രൊമോ. ഈ വീഡിയോ എടുക്കാൻ പോലും സത്യത്തിൽ എനിക്ക് തോന്നിയില്ല. അതുപോലെ ഒരു ആഴത്തിൽ ഒരു മുറിവേൽപ്പിച്ചൊരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ പത്മ കേസിൽ അഞ്ജലിനെ അനുഗ്രഹിച്ച് നമ്മുടെ അച്ഛൻ പറഞ്ഞയക്കുകയാണ്. ഞാൻ പഠിച്ച കളരിയിൽ എൻ്റെ മകൾ അംഗം കുറിക്കാനായിട്ട് പോവുകയാണ്, എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് നമ്മുടെ അഞ്ജലി കുട്ടീനെ കോടതിയിലേക്ക് വിടുകയാണ് പത്മ കേസിന് സിറ്റിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ രാഘവനിലേക്ക് എത്തുന്നുണ്ട്. ചൂടേറിയ വാദങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടെന്ന് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ എന്തൊക്കെ കാഴ്ചകൾ കണ്ടാലും എനിക്ക് വളരെ സങ്കടം തോന്നുകയാണ് കേട്ടോ പ്രൊമോയെ പറ്റി ആലോചിച്ചിട്ട്. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പായിരുന്നു, ഈ പത്മ കേസിൽ ഒരുപാട് ചതികൾ നടക്കുമെന്ന്. പക്ഷേ ഒരു വലിയ കൊടും ചതിയിലൂടെ സംഭവിച്ചതാണ് പത്മയുടെ ജീവൻ ആപത്ത് എന്ന് വളരെ വ്യക്തമാണ്. ആ കൊടും ചതിയുടെ കാരണക്കാർ രാഘവനുണ്ണിയും രാഘവനുണ്ണിയുടെ വൈഫുമാണ് കേട്ടോ. അവർ തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്ന് ഞാൻ പറയും. കാരണം ഈ പത്മ കേസുമായിട്ട് ഇനി മുമ്പോട്ട് പോകുമ്പോൾ വലിയ കൊടും ചതികൾ ഇനി നടക്കും എന്ന് ഓൾറെഡി നമ്മുടെ ഗോവിന്ദനുണ്ണി നമ്മുടെ അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നാളെ പത്മയുടെ കേസിൽ കോടതിയിൽ സിറ്റിംഗ് നടക്കുമ്പോൾ അവിടെ അർജുൻ ഉറപ്പായിട്ടും ഉണ്ടാകില്ല എന്നൊരു വാക്ക് രാഘവനുണ്ണിയും രാഘവനുണ്ണിയുടെ വൈഫും കൊടുത്തിട്ടുണ്ടായിരുന്നു കുറിപ്പിന്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉറപ്പായും അർജുനെ മുറിയിൽ പൂട്ടിയിടുകയായിരിക്കും ചെയ്യുക എന്നാണ്. നമ്മൾ പ്രൊമോയിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അല്ലാതെ അർജുനെ തടഞ്ഞു വെക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. നമ്മുടെ പാവം അർജുൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ തന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പാവ അർജുന് പത്മ കേസ് ഇന്ന് നടക്കുകയാണെന്നറിയാം. അതിന് വേണ്ടിയിട്ട് പത്മയെ വിളിക്കണം, അതുപോലെ തന്നെ അവളെ സംരക്ഷണം കൊടുക്കണം. ഇതെല്ലാം ഓർത്ത് ചാടി എഴുന്നേറ്റ് നമ്മുടെ പാവ അർജുൻ വരുമ്പോൾ കാണുന്നത് മുറിയുടെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരുപാട് നമ്മുടെ അർജുൻ പുറത്ത് ഇറക്കി വിടണമെന്നൊക്കെ ഒരുപാട് പറയും. പക്ഷെ അതൊന്നും ദുഷ്ടനായ രാഘവനുണ്ണിയും അയാളുടെ വൈഫൊന്നും കേട്ടിട്ടില്ല കേട്ടോ. വളരെ കഷ്ടം തോന്നി. മനസ്സാക്ഷി ഒരു തരി പോലും ഇല്ലാത്ത ജന്മങ്ങളാണല്ലോ എന്നൊന്ന് ആലോചിച്ച് പോയി. എന്താണെങ്കിലും അർജുന് കോടതിയിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന് ഉറപ്പായിരിക്കണം. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പാടി കൂടെ ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം അർജുൻ എത്തിയില്ല എങ്കിലും അമ്പാടി നമ്മുടെ അഞ്ജലിയെ എത്തിച്ചോളും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിയിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോ. എനിക്ക് പറയാൻ സത്യത്തിൽ വാക്കുകൾ പോലും ഇല്ല കേട്ടോ നിങ്ങളോട്. അപ്പോൾ എന്താണെങ്കിലും കോടതിയിൽ നല്ല രീതിയിൽ നമ്മുടെ അഞ്ജലിക്ക് മുന്നേറാനായിട്ട് പറ്റി എന്നുള്ളൊരു കാര്യമൊക്കെ സത്യമാണ്. പക്ഷെ അപ്പോഴും പത്മ കോടതിയിലെത്തിയില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു പക്ഷേ പത്മ കോടതിയിൽ ഹാജരാകാതെ വന്നപ്പോൾ തന്നെ എന്തോ ഒരു അപകടം നമ്മുടെ പത്മയ്ക്കും അമ്പാടിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ഒരു പക്ഷേ അഞ്ജലിക്ക് തോന്നിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ കോടതിയിൽ മുറി വെച്ച് നല്ല രീതിയിൽ പത്മ കേസിൽ വാദിക്കാനും സംസാരിക്കാനൊക്കെ നമ്മുടെ അഞ്ജലിക്ക് കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമാണ്. അഞ്ജലിയുടെ വാദമൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷത്തിലിരിക്കുന്ന അഞ്ജലിയുടെ അച്ഛനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ രാഘവനുണ്ണിയും അവിടെ കിടന്ന് ഒരുപാട് വിയർത്തു എന്നുള്ളൊരു കാര്യം ഉറപ്പൊക്കെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു, എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും പത്മ അവിടെ ഹാജരാകുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ പത്മ കേസിൽ മുമ്പോട്ട് പോകാനൊക്കെ പറ്റത്തുള്ളൂ. പത്മ എന്താണെങ്കിലും കോടതിയിൽ ഹാജരായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി പറയും പത്മ ഹാജരായിട്ടില്ല, എന്താണെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സിറ്റിങ്ങിൽ നോക്കാം. എന്തുകൊണ്ടാണ് അഞ്ജലി
പദ്മയെ ഹാജരാക്കാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അഞ്ജലി പറയുമായിരിക്കും പദ്മയെ ഇങ്ങനെ അവൾക്ക് ജീവന് ഭീഷണി നേരിടുന്നുണ്ട്, അതുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്, അവർ ഇതുവരെ എത്തിയിട്ടില്ല, എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചോ എന്ന് എനിക്ക് ടെൻഷനുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ അഞ്ജലി പറയും. അപ്പോൾ കോടതി എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലി പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കുകയും അതിൽ കാര്യമുണ്ട് എന്നൊക്കെ ജഡ്ജിക്ക് തോന്നുകയൊക്കെ ചെയ്യും കേട്ടോ. എന്താണെങ്കിലും അടുത്ത സിറ്റിങ്ങിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം, എന്താണെങ്കിലും ആ ഒരു സമയത്ത് വിധി പറയാം എന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കും കോടതി എടുക്കാനായിട്ട് പോവുക. കോടതിയിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് നമ്മുടെ അഞ്ജലി ചെയ്യുമെങ്കിലും അഞ്ജലിയുടെ മനസ്സ് നിറയെ പദ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളൊരു വിഷമവും ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താണെങ്കിലും കോടതിയിലേക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അഞ്ജലി പുറത്തു വന്നിട്ട് ആദ്യം വിളിക്കാൻ പോകുന്നത് അമ്പാടിയെയും അതുപോലെ പദ്മയും അർജുനെയൊക്കെ മാറി മാറി വിളിച്ചു നോക്കും കേട്ടോ. പക്ഷേ ഇത്രയൊക്കെ വിളിച്ചു നോക്കിയിട്ട് ആരെയും ഫോണിൽ കിട്ടത്തില്ല. കാരണം അർജുന് ഫോണും എല്ലാം സംഭവം പുറത്തെടുത്ത് വെച്ച് അർജുന് പൂട്ടിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അമ്പാടിയും പദ്മയും ഒരു രീതിയിൽ ഫോണും കിട്ടുന്നില്ല. അപ്പോൾ തന്നെ അരുതാത്തത് എന്തോ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം അഞ്ജലിക്ക് മനസ്സിലാകും കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന വീക്കിൻ്റെ പ്രോമോ എല്ലാവരും വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. എന്താണെങ്കിലും ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്നത് രാഘവനുണ്ണി തിരിച്ച് വീട്ടിലെത്തുകയാണ്. ആ ഒരു സമയത്ത് അർജുനെ അവർ തുറന്നു വിടുന്നുണ്ട്. അപ്പോൾ അർജുൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഇനി കാർത്തിക് കേസിൽ ഒരിക്കലും പദ്മ വരില്ല. അപ്പോൾ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ രാഘവനുണ്ണി പറയുകയാണ് പദ്മ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വലിയൊരു സംഭവം അവിടെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ അർജുനാണെങ്കിൽ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ഗോവിന്ദൻ ഞെട്ടിപ്പോകും. ഗോവിന്ദൻ്റെ ഭാര്യയും ഞെട്ടി വിറച്ച് അവരുടെ കയ്യിൽ നിന്ന് പാത്രങ്ങളൊക്കെ താഴേക്ക് പോകും. അങ്ങനെ എല്ലാവരുടെയും ഹൃദയം മുറിച്ചുകൊണ്ടുള്ളൊരു സീനായിരുന്നു കേട്ടോ പദ്മ കൊല്ലപ്പെട്ടു എന്ന് രാഘവനുണ്ണി പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതിന് ഇനി എന്താണ് രാഘവനുണ്ണിയും അയാളുടെ ദുഷ്ടയായ വൈഫും മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ അർജുനോട് പോകുന്നത്? അർജുനെ ആ മുറിയിൽ നിന്നൊന്ന് ഇറക്കി വിട്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇത്രയും കാലം അവർക്ക് വെച്ചു വിളമ്പിയ പദ്മയ്ക്ക് അവർ കൊടുത്ത നീതി വളരെ നന്നായിരിക്കുന്നു അല്ലേ. എന്താണെങ്കിലും വളരെ സങ്കടം തോന്നി ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ. എന്താണെങ്കിലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളൊക്കെ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. എന്താണെങ്കിലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇടയ്ക്ക് റിവ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. എന്താണെങ്കിലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ടേക്ക് കെയർ. ബൈ ബൈ.